പാകിസ്ഥാൻ തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയാണ് അവരുടെ രാജ്യത്ത് അവർ നടത്തുന്ന നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വ്യോമപാത അവർ അടച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യക്ക് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് മറ്റു രാജ്യങ്ങളിലെ എയർലൈൻസുകൾക്കുമുള്ള വ്യോമപാത അടച്ചിട്ടുണ്ട്. അതിർത്തിയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഒപ്പം മിക്കവാറും ആശുപത്രികളോട് സജ്ജരായിരിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യാനുമുള്ള അധികാരം സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം, സുരക്ഷാ സമിതി യോഗം. അത് മാത്രവുമല്ല, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ത്യ നടത്തിയതുപോലെ പോർ വിമാനങ്ങൾ പോയി മിസൈലുകൾ അയച്ച് ഒരു തിരിച്ചടി പാകിസ്ഥാൻ നടത്തിയിട്ടില്ല എങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിശക്തമായി ഇന്ത്യൻ മേഖലകളിലേക്ക് ഷെല്ലാക്രമണം പാകിസ്ഥാൻ തുടരുകയാണ്. ഇന്ത്യ അവിടെ ബോംബിട്ട് മിസൈലാക്രമണം നടത്തി. ഇന്ത്യയുടെ കണക്കനുസരിച്ച് 70 പേർ കൊല്ലപ്പെട്ടു. അതിൽ മഹാഭൂരിപക്ഷം ഭീകരരാണ്. എന്നാൽ പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് 31 പേരാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും അതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങൾക്ക് നേരെ, അതിർത്തിയിലെ ജനങ്ങൾക്ക് നേരെ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്, ഒരു സൈനികൻ ഉൾപ്പെടെ. ബാക്കി 12 സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടു. 43 പേർക്ക് പരിക്കേറ്റു. അതായത് അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യൻ മേഖലകൾക്ക് നേരെ വെടിവെപ്പും ഒപ്പം തന്നെ ഷെല്ലാക്രമണവും തുടരുന്നുണ്ട്. ഒരു തിരിച്ചടിയായി ഇതിനെ നമുക്ക് കണക്കാക്കുകയും കൂടി ചെയ്യുന്നതാണ്. എന്തായാലും ഇതിനപ്പുറത്തേക്ക് അതിർത്തി കടന്നുള്ള ഒരു വ്യോമാക്രമണമോ മറ്റോ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാവുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. സൈന്യം എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരുക്കത്തിലുമാണ്.